ഈ ടീനേജ് പ്രായമാണല്ലോ കുട്ടികളെ ഏറ്റവും മാനസിക സംഘർഷങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഒരു പ്രായം. ഈ മാനസിക സംഘർഷം കുറക്കുന്നതിന് എന്തെങ്കിലും വഴികൾ ടീനേജ് പ്രായത്തിൽ നമ്മൾ പാരൻ്റ് എന്നുള്ള രീതിയിൽ കുട്ടികളുടെ അടുത്ത് അതായത് പ്രാക്ടീസ് ടീനേജ് ചെയ്യേണ്ടതുണ്ടോ? ആവുമ്പം നമ്മുടെ കുട്ടികൾക്ക് വരുന്നൊരു മാറ്റം എന്താണെന്ന് വെച്ചാൽ അവർ കൂടുതൽ ഫ്രണ്ട്സുമായിട്ട് ഒരു കൊളാബ് ചെയ്ത് നിൽക്കുന്ന ഒരു സമയമാണ്. കാരണം അവർ കൂടുതൽ അറ്റാച്ച്ഡ് അവരുടെ പിയർ ഗ്രൂപ്പുമായിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഫാമിലിയിൽ നിന്ന് ഒരാൾ പറയുമ്പോൾ അത് അവർ അക്സെപ്റ്റ് ചെയ്തോളണം എന്നില്ല. അതാണ് ഇവിടെ എല്ലായിടത്തും ക്ലാഷ് ആയിട്ട് വരുന്നത്. കാരണം ഫ്രണ്ട്സിൻ്റെ ഇടയിൽ അത് അക്സെപ്റ്റബിൾ അല്ലാത്തത് കൊണ്ട് ഞാൻ ആ ഗ്രൂപ്പിൽ നിന്ന് മാറി നിന്ന് പോവോ എന്നുള്ളൊരു പേടിയുള്ളത് കൊണ്ട് അവർ മാക്സിമം ആ ഗ്രൂപ്പിൽ, അതായത് ആ പ്രായത്തിൻ്റെ ഗ്രൂപ്പിൽ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട് അതിന് വേണ്ട ക്യാരക്ടേഴ്സൊക്കെ അഡാപ്റ്റ് ചെയ്യും എന്നുള്ളതാണ്. അത് ഫാമിലിയായിട്ട് ചിലപ്പം നല്ല രീതിയിൽ പോവാത്തുമ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ വരുന്നത്. അപ്പം നമ്മൾ ചെയ്യേണ്ടത്, ആ പ്രായത്തിലുള്ള കുട്ടികളെ നമ്മളെപ്പോഴും ബ്ലെയിം ചെയ്യാണ് ചെയ്യൽ. നമ്മളൊരു വയസ്സ് വരെ നമ്മളെ നല്ലോണം പറഞ്ഞു കൊടുക്കും. പിന്നെ പറഞ്ഞു കൊടുക്കേണ്ട പ്രായം കഴിഞ്ഞു എന്നുള്ളത് കൊണ്ട് അവരെ ബ്ലെയിം ചെയ്യൽ തുടങ്ങും. ഞാൻ ഇത്ര പറഞ്ഞിട്ടും നീ ആയില്ലല്ലോ എന്നുള്ള രീതിക്ക്. അതിന് പകരം അവർ പറയുന്നത് നമ്മൾ ഒരു ജഡ്ജ്മെൻ്റൽ ഇല്ലാതെ കേൾക്കൽ തുടങ്ങിയാൽ അവർ നമ്മുടെ അടുത്ത് കാര്യങ്ങൾ ഷെയർ ചെയ്യൽ തുടങ്ങും. അല്ലെങ്കിൽ അവരെന്തോന്ന് പറഞ്ഞു തുടങ്ങുമ്പോഴത്തേനും ഞാൻ എപ്പോഴും പറയല്ലേ നീ അപ്പോഴത്തേക്ക് അങ്ങനെ ചെയ്തില്ലേ എന്നൊക്കെ പറഞ്ഞ് നമ്മളതിനെ ജഡ്ജ് ചെയ്യൽ തുടങ്ങിയാൽ അവിടെ പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് അവർക്ക് തോന്നും. അപ്പോൾ അവരെ ജഡ്ജ് ചെയ്യാതെ നമ്മൾ കേട്ടിരുന്നാൽ ശ്രോതാവായി കേൾക്കാതെ കേൾക്കുക. അവർ പറയുന്നത് നമ്മൾ കേൾക്കുക. പിന്നെ മറ്റൊരു സന്ദർഭത്തിലായിരിക്കണം നമ്മൾ അവർ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ തിരുത്തി കൊടുക്കേണ്ടത്. ആ സ്പോട്ടിൽ അവരെ നമ്മൾ കേൾക്കുകയാണ് വേണ്ടത്. അപ്പോൾ അവരെല്ലാ പ്രശ്നങ്ങളും നമ്മളടുത്ത് വന്ന് പറയും. അവർ വേറൊരു ആളെ തേടി പോവില്ല. അതായത് എനിക്കെന്തെങ്കിലും പറ്റിയാൽ എൻ്റെ ഫാമിലി ഉണ്ടാവും എന്നുള്ളൊരു ട്രസ്റ്റ് കുട്ടികളിലുണ്ടെങ്കിൽ എന്ത് വലിയ പ്രശ്നമായാൽ പോലും അവർ വന്ന് പറയും. ഇപ്പോൾ ഉള്ളതൊക്കെ എല്ലാ പ്രശ്നവും കഴിഞ്ഞ് അൾട്ടിമേറ്റ് എത്തിയത് പോലീസിൻ്റെ അടുത്ത് എത്തുമ്പോഴാണ് നമ്മൾ അറിയുന്നത്. കുട്ടികൾ എന്നും നമ്മളെടുത്ത് ഓപ്പൺ ആയിട്ട് കാര്യങ്ങൾ പറയണം. അതിനുള്ള സിറ്റുവേഷൻ നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. അതായത് നമ്മൾ നമ്മളെ മനുഷ്യൻ്റെ ഒരു ഇതാണ്, ഒന്ന് കേൾക്കുമ്പോൾ പെട്ടെന്ന് ജഡ്ജ് ചെയ്യാനുള്ളത്. കുട്ടികളെ മാത്രമല്ല, നമ്മളിപ്പോൾ ഫ്രണ്ട്സ് ആണെങ്കിൽ പോലും പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ജഡ്ജ് ചെയ്ത് പോകും. പക്ഷെ അത് നമ്മൾ ജഡ്ജിങ് എന്നുള്ളത് നമ്മൾ കുറയ്ക്കണം. അതും പ്രത്യേകിച്ച് ഈ ഗ്രൂപ്പിലുള്ള കുട്ടികൾ വേറെ സ്ഥലത്തേക്ക് പോകരുത്, തെറ്റിലേക്ക് പോകരുത്. പോകുന്നുണ്ടെങ്കിൽ നമ്മൾ അറിയണം എന്നൊരാഗ്രഹം നമ്മളുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ജഡ്ജിങ് എന്നുള്ളത് കുറച്ചിട്ട് അവരെ കേൾക്കണം. എന്നിട്ട് സമാധാനമായിട്ട് മോൾ അന്ന് അങ്ങനെ പറഞ്ഞില്ലേ, അല്ലെങ്കിൽ മോൻ അന്ന് അങ്ങനെ പറഞ്ഞില്ല, അത് ഇങ്ങനെ ചെയ്താൽ തെറ്റാവില്ലേ, അങ്ങനെ നമ്മളൊരു ഡിസ്കഷൻ ആവണം. അല്ലെങ്കിൽ നമ്മളൊരു അതോറിറ്റി എന്നുള്ളൊരു സാധനം അവിടെ വരരുത്. നമ്മൾ അവരുടെ കൂടെ നിന്ന് ചിന്തിക്കാവുന്ന, അവരെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരാളാണെന്ന് അവർക്ക് തോന്നണം. അല്ലെങ്കിൽ ഞാൻ അതോറിറ്റിയാണ്, ഞാൻ പറയുന്നതേ അവൻ ചെയ്യാവൂ എന്നാണെങ്കിൽ അവർ നമ്മളടുത്ത് കാര്യങ്ങളൊന്നും പറയില്ല. പക്ഷെ നമ്മളിങ്ങനെ ഷെയർ ചെയ്താൽ അപ്പോൾ ഇങ്ങനെ ചെയ്തിരുന്നെങ്കിലല്ലേ അവിടെ നന്നാവുക. അങ്ങനെ നമ്മൾ ഡിസ്കഷനിലൂടെ ആയിരിക്കണം കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടത്. അവർക്കും ചിന്തിക്കാനുള്ളൊരു സ്പേസ് നമ്മൾ കൊടുക്കണം. അതായത് ഇതല്ല, ഇപ്പുറത്ത് ഇങ്ങനെ ഒരു കാര്യം കൂടെ ഒരു ഓപ്ഷൻ അതിനുണ്ട്. അപ്പോൾ അവർക്ക് സ്വയം ബോധ്യപ്പെടും. അതെ, സ്വയം നമ്മൾ ബോധ്യപ്പെടുകയും അടിച്ചേൽപ്പിക്കുന്നതായിരിക്കും നമ്മൾ അതോറിറ്റി ആയിട്ട് സംസാരിക്കും. അതെ, അത് അവർ നമ്മളെ മുമ്പിൽ മാത്രം ആ കാര്യങ്ങൾ വ്യക്തമായിട്ട് ചെയ്യും. പുറത്തു പോയാൽ അവർ പഴയതുപോലെ തന്നെയാവും. പക്ഷെ ഇത് മനസ്സിലാക്കി കൊടുക്കുമ്പം ഇനി അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പം അവരത് നല്ല ക്ലിയർ ആയിട്ട് അവർ മനസ്സിലാക്കിയ രീതിയിലാക്കും. അതുപോലെ തന്നെ ഇതിലൂടെ ഇപ്പോൾ ഒരൊറ്റ കാര്യമായിരിക്കും ചിന്തിച്ചിട്ടുണ്ടാവും, നമ്മൾ പല ഭാഗങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ടാവും. അപ്പം അതിലൂടെ എന്താണ്, ഒരു കാര്യത്തിന് പല ആംഗിളിൽ നിന്ന് ചിന്തിക്കാനുണ്ട് എന്ന് കൂടെ കുട്ടി മനസ്സിലാക്കിയെടുക്കും. അപ്പോൾ കുട്ടീനെ ഒരു മെച്യൂർ ആക്കുക എന്നുള്ളതാണ് നമ്മളപ്പോൾ ചെയ്യേണ്ടത്.